ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഈ ജ്യൂസിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജ്യൂസിൻ്റെ ടേസ്റ്റ് വളരെയധികം സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് ഈ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ അറിയണ്ടേ. ഞാനിവിടെ തയ്യാറാക്കുന്ന ഈ സ്പെഷ്യൽ ജ്യൂസ് എന്താണെന്ന് വെച്ചാൽ ചിക്കു മിൽക്ക് ഷേക്ക് അഥവാ സപ്പോട്ട മിൽക്ക് ഷേക്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഞാനിവിടെ ഇതാ 4 സപ്പോട്ടയാണ് എടുത്തിരിക്കുന്നത്. സപ്പോട്ട നന്നായിട്ടൊക്കെ കഴുകി തുടച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 4 സപ്പോട്ടയും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ എപ്പോഴും ഷേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പഴുത്ത് സപ്പോട്ട നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ ജ്യൂസിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സപ്പോട്ടയുടെ ഈ നമുക്ക് തൊലി ഭാഗം വേണ്ട, അതിൻ്റെ ഉള്ളിലുള്ള ഈ ഫ്ലഷാണ് നമുക്ക് എടുക്കേണ്ടത്. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലൊരു വെള്ള ഭാഗം കാണുന്നില്ല, ആ ഭാഗം നമുക്കൊന്ന് ഒഴിവാക്കാം. കാരണം അതാണ് നമ്മുടെ ജ്യൂസിൽ ഇങ്ങനെ പശ പോലെ ഉണ്ടായിരിക്കും. ഒരു കറ ഉണ്ടാവുമല്ലോ സപ്പോട്ടയുടെ, ആ കറ ഈ വെളുത്ത ഭാഗം എടുത്ത് മാറ്റുകയാണെങ്കിൽ ആ കറ നമുക്ക് ഒഴിവായി കിട്ടും. എന്നിട്ട് ബാക്കിയുള്ള ഫ്ലഷ് ഭാഗം നമുക്ക് എടുക്കാം. ഇതിൻ്റെ അകത്തുള്ള സീഡ് എടുത്ത് മാറ്റണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഫ്ലഷ് മാത്രമായിട്ട് എടുക്കാം. ഇതിൻ്റെ തൊലി ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാൻ ചുരണ്ടി എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ 4 സപ്പോട്ടയും നമുക്ക് നന്നാക്കിയിട്ട് എടുക്കാം. ഇതിൻ്റെ വെളുത്ത ഭാഗമൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് എടുത്ത് മാറ്റിയാൽ മതി. ജ്യൂസ് അടിക്കുന്ന സമയത്ത് വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഈ സപ്പോട്ട അഥവാ ചിക്കു. കാരണം നല്ലൊരു എനർജി ബൂസ്റ്ററാണ് സപ്പോട്ട. കൂടാതെ സപ്പോട്ടയ്ക്ക് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ ചിക്കു അഥവാ സപ്പോട്ട കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ 4 സപ്പോട്ടയും നന്നായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഭാഗമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുവൊക്കെ ഒഴിവാക്കുകയും വേണം. അങ്ങനെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ജ്യൂസർ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നന്നാക്കി എടുത്തിട്ടുള്ള സപ്പോട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സപ്പോട്ട നന്നാക്കി എടുത്തതെല്ലാം നമ്മുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 കപ്പ് പാലാണ്. നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഫ്രോസൺ മിൽക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ഞാൻ അല്ലാതെ തന്നെ തണുത്ത പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 3 കപ്പ് പാലും അതിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 സപ്പോട്ടയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള 4 സപ്പോട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അത്രയും ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ജ്യൂസിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാനിവിടെ നല്ല ലൂസായിട്ട് തന്നെയാണ് കേട്ടോ ഇത് അടിച്ചെടുത്തിരിക്കുന്നത്. കൂടുതലായിട്ട് കുറച്ചുകൂടെ തിക്കൊക്കെ ആയിട്ടാണ് അടിച്ചെടുക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഫ്രോസൺ മിൽക്ക് ഉപയോഗിക്കാം. അങ്ങനെയാകുമ്പം കുറച്ചൊരു കട്ടിക്ക് തന്നെ കിട്ടുന്നതാണ്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കു മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സീഡ് കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു മിൽക്ക് ഷേക്ക് ഞാൻ നന്നായിട്ട് ഇവിടെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെക്കണം. സപ്പോട്ട ഈ അളവിൽ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കു മിൽക്ക് ഷേക്ക് 4 ഗ്ലാസ്സാണ് കിട്ടുക. ഇതുപോലെ തന്നെ സപ്പോട്ട കഴിക്കുന്നത് പ്രഗ്നൻറ്റ് ലേഡീസിന് വളരെ നല്ലതാണ്. കാരണം ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും ഈ സപ്പോട്ട അഥവാ ചിക്കു കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും വേണ്ടിയിട്ട് സപ്പോട്ട കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തും
നന്നാക്കുന്നതിന് സപ്പോട്ട കഴിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.